ചങ്ങായിമാരെ എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഇല്ലേ, ഷോൺ ജോർജിന്റെ ഭാര്യ പാർവതിയും കൂടി നടത്തിയ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ചാണ്. ഇന്റർവ്യൂവിലെ തള്ളുകളെ കുറിച്ചാണ്. സാധാരണ ഇവരുടെ ഇന്റർവ്യൂ ഉണ്ടാകുന്ന ക്രിസ്മസിന്റെ തലേന്നാണ്. ഇന്റർവ്യൂ എന്ന് പറയാനില്ല, കുടുംബം മൊത്തമുള്ള തള്ളുകൾ. ഇതിപ്പോ എന്താ വെച്ചാൽ ഇലക്ഷനല്ലേ വരാൻ പോകുന്നത്. അപ്പൊ ഇലക്ഷന് നമ്മൾ ഷോൺ ജോർജിനെ ഒന്ന് വെളുപ്പിക്കണല്ല, ഷോൺ ജോർജ് സ്ഥാനാർത്ഥിയാണല്ല, അതിന് വേണ്ടിയിട്ടാണ് ഭാര്യയായ പാർവതിയും കൂടി ഷോൺ ജോർജ് ഒരു ഇലക്ഷൻ തള്ളിലേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ഉണ്ടല്ല, കണ്ടിരുന്നെങ്കിൽ മുതലാവും കേട്ടാ. കാരണം അമ്മാതിരി പൊട്ടത്തരങ്ങളെന്ന് രണ്ടാളും കൂടി പറയുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഷോൺ ജോർജിന്റെ സ്ഥിരമായിട്ടുള്ള കണ്ടുപിടുത്തമായ മുസ്ലിം മതത്തിലേക്ക് ഏതെങ്കിലും ഹിന്ദുക്കൾ മതം മാറുമ്പോൾ ജാതി അനുസരിച്ചിട്ടാണ് പൈസ കൊടുക്കുന്നുള്ള ആ കണ്ടെത്തൽ ഒന്നും കൂടി കേട്ടാലോ. ലവ് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ മനഃപൂർവ്വമായി മതപ്പാറ്റുക എന്നുള്ള ദുരുദ്ദേശത്തോടുകൂടി കബളിപ്പിച്ച് പ്രേമിക്കുക, പ്രണയം നടിക്കുക. അതിനുവേണ്ടി ഇപ്പോ PFIയുടെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോ നമ്പൂരി കുട്ടിക്ക് 5 ലക്ഷം, അതായത് ലവ് ജിഹാദിന് ഉള്ള കൊട്ടേഷനാണ്. നമ്പൂരി കുട്ടിക്ക് 5 ലക്ഷം, നായർ കുട്ടിക്ക് 4 ലക്ഷം, ക്രിസ്ത്യൻ കുട്ടിക്ക് 4 ലക്ഷം, ഈഴവ കുട്ടിക്ക് 3 ലക്ഷം, പട്ടികജാതി കുട്ടിക്ക് 2 ലക്ഷം. എല്ലാ ഷോൺ ജോർജ് ഉത്സവ സീസണില്ലേ, ഉത്സവ സീസൺ വരുമ്പോൾ ഈ റേറ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? അതായത് ഓണം വിഷുമ്പോഴുള്ള ഉത്സവങ്ങൾ വരുമ്പോൾ ഈ കൊടുക്കുന്ന പൈസ കുറച്ച് കൂട്ടിക്കിട്ടാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ടാവും. എല്ലാ ഷോൺ ജോർജ്, എത്ര കാലമായി നിങ്ങൾ ഈ PFIന്റെ പേരും മന്ത്രി മുസ്ലിങ്ങളെ നെഞ്ചത്ത് കയറാൻ തുടങ്ങിയിട്ട്? എന്നാ എന്തെങ്കിലും ഒരു തെളിവ് ചോദിച്ചാല് എന്നൊരു അച്ഛനും മകനുമില്ല, ഒന്നും ഉണ്ടല്ല, ഒരു മണ്ണും പിണ്ണാക്കം മുണ്ടില്ല, തെളിവൊന്നുമില്ല. പക്ഷെ ആരോപണം ഇങ്ങനെ വീട്ടിലിരുന്ന് ഒരേ പറച്ചിൽ തന്നെ. പിന്നെ എന്തായാലും നിങ്ങൾ ഷോൺ ജോർജിന്റെ വേറൊരു ചിന്താഗതി കണ്ടില്ല, ഒരു ജാതി ചിന്താഗതി. മതം മാറ്റുന്നതിനും ജാതി വെച്ചിട്ടാണ് പൈസ തിരിച്ചു വെച്ചിട്ടുള്ളത്. അതായത് ഉന്നത കൊലയില്ല, ഉന്നത കൊലേനെ മതം മാറ്റുമ്പോൾ നല്ല പൈസ കിട്ടും, ഉന്നത കൊലയല്ലെങ്കിൽ പൈസ നന്ന കുറയും. ഒരു സംഖ്യ എല്ലാ സംഭവത്തിലും വർഗീയതയും ജാതിയും കാണുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ സംഭവം. നമുക്ക് ഷോൺ ജോർജ് ഉണ്ടല്ലോ, സ്വന്തം ഭാര്യയെ ക്രിസ്ത്യാനിയാക്കി മാറ്റിയത്, അതായത് ഹിന്ദുവിൽ നിന്ന് ക്രിസ്ത്യാനിയാക്കി മാറ്റിയത് എന്തുകൊണ്ടാണെന്ന് കേട്ടിട്ട് വന്നാലോ. ഒരുപാട് കാലമായിട്ട് നമ്മുടെയൊക്കെ ഒരു ചോദ്യമല്ലേ, മോനെ അതിന്റെ ഒരു ഉത്തരം ഉണ്ടട്ടാ, കേട്ടാ നിങ്ങൾ ഞെട്ടിപ്പോവും. അമ്മാതിരി ഉത്തരാണ്. കേട്ടിട്ട് വരാം. ചേച്ചി, ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണ്, ഷോൺ ജോർജ് മതം മാറ്റിയാണോ പാർവതിനെ കല്യാണം കഴിച്ചത്? ഞാൻ പറയട്ടെ, മതം മാറുക എന്നുള്ളൊരു അജണ്ട അവിടെ വന്നിട്ടേ ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ സ്നേഹിച്ചു എന്നുള്ളതല്ല, മതം മാറണം എന്ന് നിർബന്ധം പറഞ്ഞത് എന്റെ ഫാദറാണ്. ഇദ്ദേഹം എന്റെ പപ്പയടുത്ത് വന്ന് സംസാരിക്കുമ്പോഴും ഇവിടുത്തെ പപ്പ എന്റെ പപ്പയടുത്ത് എനിക്ക് കൊച്ചിനെ തന്നേച്ചാൽ മാത്രം മതി, എനിക്ക് നമ്മുടെ കൊച്ചിനെ, നമുക്ക് വീട്ടിലൊരു പെങ്കൊച്ചില്ല, എനിക്ക് അവളെ വേണം, നമ്മുടെ മകളായി മാത്രമേ പപ്പ അവിടെ നിന്ന് പറഞ്ഞുള്ളൂ. പക്ഷെ മതം മാറ്റണം എന്നുള്ള ഒരു ഐഡിയ വന്നത് എന്റെ പപ്പയ്ക്കാണ്. കാരണം എനിക്കൊന്ന് ഒരുപക്ഷെ ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം പപ്പയ്ക്ക് നിർബന്ധമായിരുന്നു, എന്തായാലും ഞാൻ കല്യാണം കഴിച്ച ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്കാണ് പോകുന്നത്. ഇവിടെ നീ അരിയുത്ര പള്ളിയിൽ നിന്നെ അടക്കും, നിന്റെ അപ്പനും അമ്മ അടക്കും, നിങ്ങൾക്കുണ്ടാകുന്ന പിള്ളേരെയും അവിടെ അടക്കും, എന്റെ മകളെ എവിടെ അടക്കും എന്നൊരു ചോദ്യം. അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് എന്റെ മകളെ തെമ്മാടിക്കുഴിയിൽ അടക്കാൻ ഞാൻ കമ്മ്യൂണിറ്റി മാറ്റി നിർത്താൻ പാടില്ല. ഒന്നിലും അവൾക്ക് എന്നോടുള്ള ഒരു സ്നേഹമായിരിക്കും. അദ്ദേഹം പറഞ്ഞൊരു പ്രത്യേക കാര്യമുണ്ടായിരുന്നു. ഒരു കുടുംബത്തിന്റെ ഭാഗമായി, പ്രത്യേകിച്ച് പാലാ പോലെ ഒരു ഓർത്തഡോക്സ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രദേശത്തൊക്കെ വരുമ്പോൾ അവൾ ഒറ്റപ്പെടുമോ, അതെനിക്കൊന്നും അദ്ദേഹത്തിന്. പക്ഷേ അങ്ങനെ ഒരു ചിന്താഗതിയുടെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ പിന്നീട് അച്ഛൻ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ പോലും മാറ്റേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്ന്. പിന്നീട് എന്റെ അടുത്ത് അത് പറഞ്ഞിട്ട് എന്നോട് സോറി ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് പിന്നീട് എന്നാ പിന്നെ മാപ്പോറ്റ സ്ഥിതിക്ക് തിരിച്ച് ഹിന്ദുവിലേക്ക് തന്നെ നിങ്ങൾക്ക് പോയിക്കൂടായിരുന്നോ? അത് പറ്റില്ലല്ലോ. തിരിച്ച് ഹിന്ദുവിലേക്ക് പോയി കഴിഞ്ഞാൽ PC ജോർജ് വീട്ടിലേക്ക് കേട്ടില്ലല്ലോ രണ്ടാളെയും. ഈ സംഭവത്തിന് ഇപ്പം പറഞ്ഞ പച്ചക്കളൂലെ, ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം? PC ജോർജിനോട് ഷോൺ ജോർജ് പാർവതിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോ PC ജോർജ് പറഞ്ഞ ഒരേ ഒരു കാര്യം എന്താ അറിയാം, ഒരു കുഴപ്പമില്ല, നീ അവളെ കഴിച്ചോ, പക്ഷെ ഹിന്ദുവായ ആ പെൺകുട്ടീനെ ക്രിസ്ത്യാനിയാക്കിയിട്ട് മാത്രമേ നീ അവളും ഈ വീട്ടിലോട്ട് കയറണ്ടു എന്നാണ് PC ജോർജ് അന്നേരം പറഞ്ഞത്. അത് കേട്ടപാട് ഷോൺ ജോർജ് നേരെ പോയിട്ട് പാർവതിനെ മതം മാറ്റി ക്രിസ്ത്യാനിയാക്കി. ഇതാണ് ആ സംഭവത്തിന്റെ സത്യമായ കഥ. എല്ലാവർക്കും, പൂഞ്ഞാലുള്ള എല്ലാവർക്കും അറിയുന്ന സത്യമായ കഥ ഇതാണ്. പക്ഷെ ആ സംഭവത്തിനെ ഇപ്പൊ ഇവരെന്താക്കി, ആ സംഭവം ആ പാവം ജഗതിന്റെ തലയിൽ കെട്ടിവെച്ചു. ജഗതിന്റെ തലയെ കൊണ്ടിട്ട് എന്താക്കണം? ജഗതിക്ക് ഇതിന് എതിർക്കാൻ കഴിയില്ല. ജഗതിക്ക് ഇപ്പൊ സംസാരിക്കാൻ കഴിയില്ലല്ലോ. ജഗതിക്ക് സംസാരിക്കാൻ കഴിയാത്തോണ്ട്, എതിർക്കാൻ കഴിയാത്തോണ്ട് എല്ലാം ജഗതിന്റെ തലയിൽ സംഭവം ക്ലീൻ. ഇതുപോലൊരു ഫാമിലി, വാട്ട് എ ഫാന്റാസ്റ്റിക് ഫാമിലി. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ജഗതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകളുണ്ടല്ലോ, ഈ പാർവതിയല്ല, വേറൊരു മകളുണ്ട്. അതായത് ജഗതിക്ക് വേറൊരു സ്ത്രീയിൽ ഒരു മകളുണ്ട്. ആ മകളുണ്ടല്ലോ, വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയവളാണ് ഈ പാർവതി, അതായത് ഷോൺ ജോർജിന്റെ ഭാര്യ. അതെന്തിനാ അടിച്ചിറക്കിയെന്നറിയാം? ജഗതിന്റെ സ്വത്തിന്റെ പകുതി ആ പെൺകുട്ടിക്ക് പോകുന്നത് കൊണ്ടാണ് പാർവതി, ഈ സംസാരിക്കുന്ന ഈ പാർവതി ആ പാവം പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയത്. ലാസ്റ്റ് കോടതി ഇടപെട്ടിട്ട് പാർവതിനി ഷോൺ ജോർജിനെ കണ്ടം വഴി ഓടിച്ച്. ഇപ്പൊ ആ പെൺകുട്ടി കണ്ടില്ല, ജഗതിനെ എപ്പോ വേണമെങ്കിലും പോയി കാണാം. അങ്ങനത്തെ ലെവലിലുള്ള ടീമാണ് ഷോൺ ജോർജിന്റെ ഭാര്യയായി ഈ പാർവതി. അപ്പൊ പിന്നെ എല്ലാ കുറ്റവും സ്വന്തം അച്ഛനായ ജഗതിന്റെ തലയിൽ കൊണ്ടിടുന്നതിന് യാതൊരു അത്ഭുതം നിങ്ങൾക്കില്ലല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്ക് കേൾക്കാൻ പോകുന്നത്, ഷോൺ ജോർജ് ഇലക്ഷൻ ആയതുകൊണ്ട് മുസ്ലിങ്ങളെ മെല്ലെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷെ എന്താ ചെയ്യുക, ഭാര്യ പാർവതിയുടെ വായിന്ന് ആ മനസ്സിലുള്ള ആ മുസ്ലിം വിരുദ്ധതയില്ലേ, അത് അറിയാണ്ടൊക്കെ പുറത്തേക്ക് വന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? അത് ജനം തീരുമാനിക്കട്ടെ, പൊതുജനം തീരുമാനിക്കട്ടെ പാർവതി ഷോൺ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ജനം തീരുമാനിക്കട്ടെ. പിന്നെ ഇവിടെ ഇത് പറഞ്ഞപ്പോ അല്ലെങ്കിൽ പറയുമ്പോൾ ഞങ്ങളിത് പറയുന്നുണ്ട്,
പറയുമ്പോൾ എന്താ ഇവർ കാണിക്കുന്നത്? ഇത് മുസ്ലിം സമുദായത്തിനെതിരായി ഞങ്ങൾ പറയുന്നാക്കും. അതെ, മനസ്സിലായി? വി ആർ നോട്ട് അഗൻസ്റ്റ് മുസ്ലിംസ്, വി ആർ നോട്ട് അഗൻസ്റ്റ് എനി റിലീജിയൻ. ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യുന്നതും ആ റിലീജിയനുള്ളവരാണ്. അത് ആ റിലീജിയനുള്ളവരല്ല, അങ്ങനെയും പറയാൻ പാടില്ല. ആ അങ്ങനെയൊന്നും പറയാൻ പാടില്ല പാർവതി. എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ സോപ്പിടാൻ വേണ്ടി ഷോൺ ജോർജ് നോക്കുമ്പോൾ നിന്റെ മനസ്സിലുള്ള ആ മുസ്ലിം വിരുദ്ധത അറിയാണെങ്കിൽ പുറത്തേക്ക് വരുന്നത്. പ്രത്യേക തരക്കാരെന്നും പ്രത്യേക ടീമെന്നും പറഞ്ഞ മുസ്ലിങ്ങളെ അപമാനിക്കുന്നത് അത് ഷോൺ ജോർജിന്റെ മുന്നിൽ ഇരുന്നിട്ട് അറിയാണ്ട് പോലും ഇത്തരം സാഹചര്യങ്ങളിൽ മുസ്ലിം വിരുദ്ധതയില്ലേ, മനസ്സിലുള്ള മുസ്ലിം വിരുദ്ധത പുറത്തു വരാൻ പാടില്ല പാർവതിയെ. ഷോൺ ജോർജ്, നീയും നിന്റെ മൊത്തം ടീമുണ്ടല്ല, എന്തൊക്കെ മറച്ച് എന്തൊക്കെ പൊതിഞ്ഞ് നിന്റെ മുസ്ലിം വിരുദ്ധത ഒളിപ്പിക്കാൻ നോക്കിയാലുണ്ടല്ല, മനസ്സിന്ന് അറിയാതെ അത് പുറത്തു വരും എന്റെ ഷോൺ ജോർജ്. ഇനി ഇവർ രണ്ടാളും കൂടി BJP പൊക്കി പറഞ്ഞത് പറഞ്ഞിട്ട് ഇവരെ മകനെ കൊണ്ടും BJP പൊക്കി പറയുന്ന അടിപൊളി ഒരു തള്ളുണ്ട്. നമുക്ക് ഇവരുടെ വായിന്ന് ആ മനോഹരമായ തള്ളും കൂടി കേൾക്കാം. ഒരു പേഴ്സണലായിട്ട് അഭിപ്രായം, ഇപ്പൊ നമ്മുടെ കേരളം ഈ പറഞ്ഞ LDF UDF ഒക്കെ ഭരിച്ച് മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈ ഒരു അനദർ വേറൊരു ചേഞ്ച് ആയാൽ എന്താന്ന് എനിക്ക് പോലും തോന്നിയിട്ടുണ്ട്. എന്റെ മോന് ഈയിടെ പറഞ്ഞു, അമ്മ കേരളത്തിലെ BJP ഭരിച്ചിട്ടില്ലേ? BJP അങ്ങനെ ഭരിച്ചിട്ടില്ല, കേരളത്തിൽ കൂടുതലും LDF UDF ആണ് ഭരിച്ചിരിക്കുന്നത്. അപ്പോൾ BJPക്ക് ഇതുവരെ ഒരു ചാൻസ് വന്നിട്ടില്ലല്ലേ? ഇല്ല, BJPക്ക് ഇതുവരെ ഒരു ചാൻസ് വന്നില്ല. അപ്പൊ BJPയിലല്ലേ നമ്മൾ ഞാൻ. അപ്പൊ ഇനി BJP വരുമ്പോൾ കുറച്ചുകൂടെ മാറ്റങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വരുമല്ലേ? അപ്പൊ അവർക്ക് പോലും അവർക്ക് പോലും ആ പ്രായത്തിൽ എന്റെ മോൻ ഇപ്പം 10th കയറിയവൻ, അവർക്ക് പോലും അവർ ഈ പുറത്തുള്ള രാജ്യത്തിലുള്ള കമ്പയർ ചെയ്താണ് നമ്മുടെ നാട്ടിലുള്ള തൊഴിലില്ലായ്മയും നമ്മുടെ രീതി, നമ്മൾ ആൾക്കാർ നമ്മൾ കാണുന്നുള്ള രീതിയും ഒക്കെ അവർക്ക് കുഞ്ഞു പിള്ളേർക്ക് പോലും ഒരു മാറ്റം, അവർക്കൊരു മടുപ്പ് ഫീൽ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ ഷോൺ ജോർജിന്റെയും പാർവതിന്റെയും മകനെ ഇവരോടൊന്നും ഇല്ലാത്ത സ്നേഹം നിന്നോടുള്ളതുകൊണ്ട് ഞാനൊരു കാര്യം പറട്ടെ, ഇവിടെ CPM-ഉം കോൺഗ്രസും ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിനക്ക് പഠിക്കാനെങ്കിലും ഇവിടെ ഉണ്ടല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളത്. ഉത്തരേന്ത്യയിലുണ്ടല്ലേ BJP ഭരിക്കുന്ന ഉത്തരേന്ത്യയിൽ, അവിടെ സ്കൂളുകളൊക്കെ പൊളിച്ചിട്ട് അവിടെ അമ്പലങ്ങൾ പണിയുകയാണ് എന്റെ പൊന്നു മകനെ. പിന്നെ ഉത്തരേന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ല, പാലുണ്ടല്ല, 1 ലിറ്റർ പാലിന്റെ അകത്ത് 500 ലിറ്റർ വെള്ളം കലക്കിയിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. പിന്നെ ഭക്ഷണം നിലത്ത് പേപ്പറിൽ അവിടെയാണ് കൊടുക്കുക. വേണേ കഴിച്ചാൽ മതി എന്നാണ് അവിടെയുള്ള ഒരു കുട്ടിയോട് പറയുന്നത്. അതുകൊണ്ട് മോന്റെ പിതാവിന്റെ പാർട്ടിക്കാരും കേരളം ഭരിച്ചാണ്ടല്ല, ഉച്ചക്കുണ്ടല്ല കഴിക്കാത്ത തരുമെന്നറിയാം, ചാണകം ഉരുട്ടിയതായിരിക്കും നിനക്കൊക്കെ കൂട്ടി തരിക. അതുകൊണ്ട് മകന് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ മകനുണ്ടല്ല ഇവരുടെ കൂട്ടത്തില് ദയവ് ചെയ്ത് ഇവരുടെ കൂട്ടത്തിൽ കൂടിയാക്കല്ലേ. പിന്നെ ഇവരിപ്പം പറഞ്ഞ് മകൻ വിദേശത്തുള്ള വികസനം കണ്ടിട്ടാണ് കേരളത്തിൽ BJP വരണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവരുടെ മകന്റെ വിചാരമുണ്ടല്ല സ്വിറ്റ്സർലൻഡും കാനഡയെല്ലാം BJP ആണ് ഭരിക്കുന്നതെന്നാണോ? പറയാൻ കഴിയില്ല. ഇവരുടെ കൂടെയുള്ളത് അത്രയോ ബുദ്ധി അവനും നമ്മൾ പ്രതീക്ഷിക്കണ്ടു. എന്തായാലും ഭർത്താവിനെ വെളുപ്പിക്കാൻ വേണ്ടി ഇന്റർവ്യൂവിൽ വന്നിട്ട് ഇപ്പം ഭർത്താവും ഭാര്യയും മകനും എല്ലാം കൂടി ഒരുമിച്ച് ഏറിപ്പോന്ന അവസ്ഥയാണ് ഉള്ളത്. അപ്പൊ എന്തായാലും ഇടക്കിടക്ക് വന്നിട്ട് ലോക പച്ചക്കളും ലോക പൊട്ടത്തിലും ലോക തള്ളും തള്ളി മലയാളികളെ ചിരിപ്പിക്കുന്ന ഷോൺ ജോർജിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.